വെൽക്കം ബാക്ക് ടു എജ്യൂബ്ലിറ്റ്സ് ലേണിംഗ്. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് +2 കഴിഞ്ഞ് സൈക്കോളജി ഡിഗ്രി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. സൈക്കോളജി ഡിഗ്രി നമുക്ക് കേരളത്തിൽ നിന്ന് മാറി സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചാലോ? സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഒരു ഡിഗ്രി ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അഫോർഡബിൾ ആണ്, അതുപോലെ അവിടുത്തെ ഫാക്കൽറ്റീസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ആണെങ്കിൽ നമ്മൾ സൈക്കോളജി പോലൊരു ഡിഗ്രി ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ലാബുകളും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ ചെയ്യാനും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള അടിപൊളി ലാബുകളും കാര്യങ്ങളും ബുക്സും മെറ്റീരിയൽസും എല്ലാം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു സാധാരണ ഡിഗ്രി നാട്ടിലൊരു ഡിഗ്രി ചെയ്യുന്നതിനേക്കാൾ ഈ BA ഓർ BSc ഡിഗ്രി ഇൻ സൈക്കോളജി എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു എക്സ്പോഷറും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ സൈക്കോളജി ഡിഗ്രിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്താ? നമുക്കറിയാം ഇന്ന് ഈ ഒരു മെൻ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും മനസ്സിലായ ഒരു സമയമാണ്. കൗൺസിലേഴ്സിനാണെങ്കിലും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾക്കാണെങ്കിലും ഇപ്പോൾ ഡിമാൻഡ് കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഒരു സൈക്കോളജി ഡിഗ്രി അല്ലെങ്കിൽ ഒരു സൈക്കോളജിയുടെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇനിയുള്ള കാലത്ത് ഡിമാൻഡ് കൂടിയിട്ടുള്ളൊരു കോഴ്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലാണ് സൈക്കോളജി BA ഓർ BSc സൈക്കോളജി അവൈലബിൾ ആയിട്ടുള്ളത് നോക്കി നോക്കാം. BA ഓർ BSc സൈക്കോളജി പ്രൊവൈഡ് ചെയ്യുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ ലിസ്റ്റാണ് ഇനി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ മെയിൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി. നമുക്കറിയാം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് കോളേജുകളിൽ ഏകദേശം 341 സീറ്റ് BA ഹോണേഴ്സ് അപ്ലൈഡ് സൈക്കോളജിക്ക് അവൈലബിൾ ആണ്. അതുപോലെ 750 സീറ്റ് BA ഹോണേഴ്സ് സൈക്കോളജിക്ക് അവൈലബിൾ ആണ്. ഒരുപാട് കോളേജുകളിൽ സൈക്കോളജി കോഴ്സ് അവൈലബിൾ ആണ്. അതിൽ മോസ്റ്റ് ഓഫ് ദ കോളേജസും വിമൻസ് കോളേജുകളാണ്. ലേഡി ശ്രീറാം കോളേജ്, ഗാർഗി കോളേജ്, ദൗലത് റാം കോളേജ് അങ്ങനെയുള്ള വിമൻസ് കോളേജുകളാണ്. വിമൻസ് കോളേജുകൾ അല്ലാണ്ടെയും ഒരുപാട് കോളേജുകളിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ അപ്ലൈഡ് സൈക്കോളജിയും അതുപോലെ നോർമൽ BA ഹോണേഴ്സ് സൈക്കോളജിയും അവൈലബിൾ ആണ്. അവിടെയുള്ള സബ്ജക്ട്സ് അതായത് CUET UG വഴിയാണല്ലോ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ ഈ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മോസ്റ്റ് ഓഫ് ദ കോളേജിനും ഇംഗ്ലീഷ് നമ്മൾ CUETക്ക് അറ്റൻഡ് ചെയ്യൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈഡ് സൈക്കോളജിക്കാണെങ്കിലും ഒന്നുകിൽ നമ്മൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജും 3 ഡൊമൈൻസും അറ്റൻഡ് ചെയ്യണം, അതല്ലെങ്കിൽ 2 ലാംഗ്വേജും 2 ഡൊമൈൻസും അറ്റൻഡ് ചെയ്യണം. അങ്ങനെയാണ് ഒരു എന്ത് വരുന്നത് CUETയിലെ സബ്ജക്ട്സ് റിക്വയർമെൻറ്റ്സ് വരുന്നത്. പിന്നെ ഇത് കൂടാണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റി കൂടാണ്ട് ഈ സൈക്കോളജി അവൈലബിൾ ആയിട്ടുള്ള വേറെ ഒരു മെയിൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് BHU ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ BA ഹോണേഴ്സ് സൈക്കോളജിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിനുള്ള സബ്ജക്ട്സ് റിക്വയർമെൻറ്റ് വരുന്നത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജ് CUETക്ക് അറ്റൻഡ് ചെയ്യണം. അതിന് പുറമെ GAT ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും അറ്റൻഡ് ചെയ്യണം. 256 സീറ്റുകളാണ് BHUവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഉള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് ആണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് അറിയേണ്ട ഒരു കാര്യം ഈ BA സൈക്കോളജി അതല്ലെങ്കിൽ BSc സൈക്കോളജി ഇതല്ലാണ്ട് ഇൻ്റഗ്രേറ്റഡ് സൈക്കോളജി കോഴ്സുകളുണ്ട്. അതായത് 5 വർഷം കൊണ്ട് ഡിഗ്രിയും അതുപോലെ PGയും ലഭിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് BSMS BSc MSc അല്ലെങ്കിൽ BA MA സൈക്കോളജിയിൽ ലഭിക്കുന്ന 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് സൈക്കോളജി കോഴ്സുകളുണ്ട്. ഇത് ഇന്ത്യയിൽ 2 സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ദ ബെസ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള സൗത്തിൽ തന്നെ ദ ബെസ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിലാണ്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെ ഇൻ്റഗ്രേറ്റഡ് MSc സൈക്കോളജിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിനുള്ള എലിജിബിലിറ്റി വരുന്നത് CUETയിൽ സൈക്കോളജിയുടെ പേപ്പർ എന്തായാലും അറ്റൻഡ് ചെയ്യണം. അതിന് പുറമെ GATയും ഇംഗ്ലീഷുമാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അവിടെ ഇൻ്റഗ്രേറ്റഡ് MSc സൈക്കോളജിക്ക് 20 സീറ്റുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ഇൻ്റഗ്രേറ്റഡ് UG PG സൈക്കോളജി വരുന്ന വേറൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ. അവിടെയും 20 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ BSc ഹോണേഴ്സ് സൈക്കോളജി വരുന്ന ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ആന്ധ്രാപ്രദേശ്. അവിടെ GAT ആണ് നമ്മൾ CUETയിൽ അറ്റൻഡ് ചെയ്യേണ്ടത്. GATയുടെ മാർക്ക് വെച്ചിട്ടാണ് മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. 30 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് കൂടാണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന, കർണാടക, ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടു, നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി, ആസിം പ്രേംജി യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റികളിലെല്ലാം സൈക്കോളജിയിൽ ഡിഗ്രി അവൈലബിൾ ആണ്. BSc ഹോണേഴ്സ് സൈക്കോളജി അതല്ലെങ്കിൽ BA സൈക്കോളജി കോഴ്സ് അവൈലബിൾ ആണ്. ഈ BA സൈക്കോളജി ഹോണേഴ്സ് ഓർ റിസർച്ച് എന്ന് പറയുന്ന കോഴ്സൊക്കെ നല്ല കോഴ്സുകളാണ്. അപ്പോൾ ഇവിടെ എല്ലാം എലിജിബിലിറ്റി നോക്കുകയാണെങ്കിലും മോസ്റ്റ് ഓഫ് ദ കോളേജുകളിലും ജനറൽ ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അതല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ പേപ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഒരുവിധം എല്ലാ കോളേജുകളിലും ഇംഗ്ലീഷ് കമ്പൾസറി ആയിട്ട് നമുക്ക് ഈ ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും.
അപ്പോൾ CUET-യിൽ ഇംഗ്ലീഷ്, GAT, അതുപോലെ സൈക്കോളജിയുടെ പേപ്പർ, ഇങ്ങനെയുള്ള പേപ്പേഴ്സൊക്കെ CUET-യിൽ അറ്റൻഡ് ചെയ്യുന്നവർക്കാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ സൈക്കോളജി പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഓൾറെഡി ഈ സൈക്കോളജിയുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ സൈക്കോളജി പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. അപ്പോൾ സൈക്കോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ കേരളത്തിലെ കോളേജുകളിൽ നിന്ന് മാറി സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ചൂസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ളൊരു എക്സ്പോഷറും, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ്, നമുക്കറിയാം സൈക്കോളജി പോലുള്ളൊരു കോഴ്സിന് ഇൻറ്റേൺഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ ഹോസ്പിറ്റലുകളിലും കാര്യങ്ങളിലൊക്കെ ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, സൈക്കോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ +2 കഴിഞ്ഞ് ഒന്നുകിൽ ഈ പറയുന്ന ഇൻ്റഗ്രേറ്റഡ് MSc സൈക്കോളജി 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് സൈക്കോളജി പഠിക്കാം. ഞാൻ പറഞ്ഞു ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ദ ബെസ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ്. അവിടെ 20 സീറ്റുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 20 സീറ്റുകളിൽ HCUവിൽ അഡ്മിഷൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ +2ൻ്റെ കൂടെ തന്നെ നല്ല രീതിയിൽ CUET-ക്ക് പ്രിപ്പയർ ചെയ്ത് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കണം. അത്യാവശ്യം നല്ല ഒരു കോമ്പറ്റീഷൻ വരുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് CUET-യിൽ നല്ലൊരു മാർക്ക്, നല്ലൊരു പെർഫോമൻസ് നമ്മൾ കാഴ്ചവെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കോളേജിൽ തന്നെ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും, നല്ലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ സൈക്കോളജി, ഒന്നുകിൽ ഇൻ്റഗ്രേറ്റഡ് സൈക്കോളജി പഠിക്കാം, അതല്ലെങ്കിൽ BSc or BA സൈക്കോളജി പഠിക്കാൻ പറ്റും. അപ്പോൾ +2ൻ്റെ കൂടെ തന്നെ CUET-ക്ക് കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാം. CUET-ക്ക് +2ൻ്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എജുബ്ലിറ്റ്സ് ലേണിംഗിൽ ലോങ് ടേം ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ +1-ലോ +2-ലോ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അതിന് കൂടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്, ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നതാണ് നല്ല കാര്യം. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ഉള്ള ആരെങ്കിലും സൈക്കോളജി പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ അവരെടുത്ത് എന്തിനു പറയാം, ഇപ്പോൾ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് വേണ്ടി CUET-ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറയാം. പ്രിപ്പറേഷൻ നോക്കുന്നവർക്ക് എജുബ്ലിറ്റ്സിൽ ഇപ്പോൾ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് റിസൾട്ടുകളും, കഴിഞ്ഞ വർഷം നമ്മുടെ ബാച്ചിലുള്ള ജിയ എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ സൈക്കോളജിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കാര്യമായിട്ട് പ്രിപ്പറേഷൻ നോക്കുക.